100 വർഷം മുമ്പ് സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ട്രീറ്റ് കാറാണിത്. കോട്ടയ്ക്കുള്ളിൽ കാണുന്ന ഈ ബംഗ്ലാവ് ഒരു കാലത്ത് വെസ്റ്റേൺ കാനഡയിലെ ഏറ്റവും വലിയ വീടായിരുന്നു. 200 കൊല്ലം പഴക്കമുള്ള ഒരു ഫാം ഹൗസാണിത്. അന്നത്തെ ആൾക്കാരെ നമുക്ക് ഇപ്പോഴും ഇവിടെ കാണാൻ പറ്റും. ഒരു 150 വർഷം മുന്നേ കാനഡയിലെ പല ടൗണുകളും ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള കൽക്കരി ട്രെയിൻ. ഈ ട്രെയിൻ ഇവിടെ ഇപ്പോഴും സർവീസ് നടത്തുന്നുണ്ട്. ഇത് കാനഡയിലെ ഏറ്റവും വലിയ ലിവിങ് മ്യൂസിയം ആണ്. ഇവിടെ ഹിസ്റ്ററി റീക്രിയേറ്റ് ചെയ്തേക്കുവാണ്. ഹായ്, നമസ്കാരം. കനേഡിയൻ മലയാളം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോവുകയാണ്. വളരെ വ്യത്യസ്തമായ ഒരു മ്യൂസിയം കാണാനാണ് ഞങ്ങൾ പോകുന്നത്. 500 വർഷങ്ങൾക്ക് മുന്നേ കാടും പിടിച്ച് മഞ്ഞ് മൂടിക്കിടന്നിരുന്ന വലിയൊരു ഭൂപ്രദേശം എങ്ങനെ കാനഡ എന്നൊരു വികസിത രാജ്യമായി എന്നറിയാൻ താല്പര്യമുള്ള ആർക്കും ഞങ്ങളുടെ ഇവിടെ പോരാം. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് കാനഡയിൽ ആൽബർട്ടയിലുള്ള ഫോർട്ട് എഡ്മണ്ടൺ പാർക്കിലാണ്. ഇവിടെ അകത്ത് കയറണമെങ്കിൽ ഒരു എൻട്രി ഫീ ഉണ്ട്. അഡൾട്ടിന് $31 പ്ലസ് GST ആണ്. ഞങ്ങളുടെ കയ്യിൽ എഡ്മണ്ടൺ സിറ്റിയുടെ റിക്രിയേഷൻ സെൻറ്റർ മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് അകത്ത് കയറാൻ പറ്റി. പാർക്കിന് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ വെൽക്കം ചെയ്യാൻ വേണ്ടി ഇവിടെ കൽക്കരിയിൽ ഓടുന്ന ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ട്രെയിൻ ഉണ്ട്. ഇതിൽ നമ്മൾ പിന്നെ കയറുന്നതായിരിക്കും കേട്ടോ. ഏക്കറുകൾ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ മ്യൂസിയമാണിത്. പല കാലഘട്ടങ്ങളായിട്ടാണ് ഈ ജീവിക്കുന്ന മ്യൂസിയം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ വലതുഭാഗത്തായിട്ടൊരു മിഡ് വേ ഫെയർ ഉണ്ട്. ഞങ്ങൾ ഇന്ന് ഇത് സ്കിപ്പ് ചെയ്യുവാണ്. ഈ സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ നൂറ്റാണ്ടിലേക്ക് ഒരു ഇലക്ട്രിക് സ്ട്രീറ്റ് കാർ കിട്ടും. 100 വർഷം മുമ്പ് എഡ്മണ്ടൺ സിറ്റിയിലൂടെ ഓടിക്കൊണ്ടിരുന്ന ഒരു സ്ട്രീറ്റ് കാറാണിത്. ഇത് വെറും ഒരു സ്ട്രീറ്റ് കാറല്ല, ഇതൊരു ടൈം മെഷീനാണ്. 2024 നിങ്ങൾ ഈ സ്റ്റോപ്പിൽ നിന്ന് ഈ സ്ട്രീറ്റ് കാർ കയറുവാണെങ്കിൽ നിങ്ങൾ ചെന്നിറങ്ങാൻ പോകുന്നത് 1920 വേറെ എവിടെയോ ഒരു പഴയ ടൗണിലായിരിക്കും. എഡ്മണ്ടൺ സിറ്റിയുടെ പല ഭാഗത്തു നിന്നും ചരിത്ര പ്രാധാന്യമുള്ള പല ബിൽഡിങ്ങുകളും പല വസ്തുക്കളും അവ നശിച്ചു പോകാതെ അത് പൊളിച്ചു കൊണ്ടുവന്ന് ഈ പാർക്കിൽ കൊണ്ടുവന്ന് റീക്രിയേറ്റ് ചെയ്തേക്കുവാണ്. അത് മാത്രമല്ല, പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ അന്നത്തെ കാലത്തെ വേഷം ധരിച്ച് ഇതിലൂടെ നടക്കുന്നുമുണ്ട്. വെറും 250 വർഷം മുമ്പ് സ്ഥാപിതമായ എഡ്മണ്ടൺ നഗരം ഇന്ന് കാനഡയിലെ 5ാമത്തെ വലിയ സിറ്റിയാണ്. നമ്മൾ ഈ സ്ട്രീറ്റ് കാറിൽ കയറി ഒരു നൂറ്റാണ്ട് പുറകോട്ട് സഞ്ചരിക്കുമ്പോൾ ഈ ടാറിടാത്ത റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് എഡ്മണ്ടൺ അന്ന് മുനിസിപ്പാലിറ്റി ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പഴയ ബിൽഡിങ്ങുകളും പഴയ ബിസിനസ്സുകളും നമുക്ക് കാണാൻ പറ്റും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ പാർക്ക് പല കാലഘട്ടങ്ങളായിട്ടാണ് ഡിസൈൻ ചെയ്തേക്കണേ. നമുക്ക് ഈ സ്ട്രീറ്റ് കാറിൽ കയറി 1920 വരെ പോകാൻ പറ്റും. അത് കഴിഞ്ഞ് 1905 സ്ട്രീറ്റിലേക്കും 1885 സ്ട്രീറ്റിലേക്കും നമ്മൾ നടന്നു പോകണം. കാരണം അന്ന് വേറെ വണ്ടികളോ ട്രെയിനുകളോ സ്ട്രീറ്റ് കാറുകളോ ഒന്നും ഇല്ലായിരുന്നു. അവിടെ നിന്ന് വീണ്ടും നടന്നു കഴിഞ്ഞാൽ പ്രസിദ്ധമായ എഡ്മണ്ടൺ കോട്ടയും ഇവിടുത്തെ ഫസ്റ്റ് നേഷൻസിൻ്റെ ജീവിതം നമുക്ക് കാണാൻ പറ്റും. ഈ പാർക്ക് കണ്ടു തീർക്കാൻ തന്നെ ഒരു 2-3 ദിവസം വേണം. ഇത് വീഡിയോയിൽ കൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും വേണം. ഞാനിത് മാക്സിമം ഷോർട്ടായിട്ടാണ് എഡിറ്റ് ചെയ്തേക്കണേ. കാനഡയുടെ ഹിസ്റ്ററിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർ ഈ വീഡിയോ അവസാനം വരെ കാണുക. നമ്മളിപ്പോൾ കാണുന്നതാണ് TP. യൂറോപ്യൻസ് കാനഡയിൽ വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഫസ്റ്റ് നേഷൻസ് ജീവിച്ചുകൊണ്ടിരുന്നത് ഇതുപോലെയുള്ള ഈ കുടിലുകളിലാണ്. ലെതറും മരക്കമ്പും ഉപയോഗിച്ചാണ് ഈ TP ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 14,000 വർഷം മുമ്പാണ് മനുഷ്യൻ ആദ്യമായിട്ട് നോർത്ത് അമേരിക്കയിൽ എത്തിയത്. വേട്ടയാടിയും മീൻ പിടിച്ചും ജീവിച്ചുകൊണ്ടിരുന്നവർ ഒരു സ്ഥലത്ത് സ്ഥിരതാമസമാക്കാതെ കാലാവസ്ഥ മാറുന്നതനുസരിച്ചും ഫുഡിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചും മാറി മാറി താമസിച്ചുകൊണ്ടിരുന്നു. യൂറോപ്യൻസ് വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഇൻഡിജിനസ് പീപ്പിളിൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു 300 വർഷം മുമ്പ് ഇതായിരുന്നു എഡ്മണ്ടൺ. നോർത്ത് സസ്കാച്ചൻ റിവറിൻ്റെ ഇരുകരകളിലുമായിട്ട് മൊട്ടക്കുന്നുകളും ചെറു കാടുകളുമായിട്ട് ഉള്ള ഒരു ഭൂപ്രദേശം. അന്ന് ഇവിടെ നമ്മൾ ഇന്ന് കാണുന്ന ഒരു സ്ട്രീറ്റുകളോ ഒരു ബിൽഡിങ്ങുകളോ ഒന്നുമില്ലായിരുന്നു. എന്നാൽ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ കച്ചവടത്തിനും പല ഫംഗ്ഷൻസിനും അവരുടെ ഓരോ ഇവൻറ്റുകൾക്കുമായിട്ട് ഈ നോർത്ത് സസ്കാച്ചൻ റിവറിൻ്റെ ഇരുകരകളിലുമായിട്ട് ഇന്നത്തെ എഡ്മണ്ടണിൽ ഒത്തുകൂടിയിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന റോഡുകളോ ട്രെയിനോ ഒന്നും അന്ന് ഇവിടെ എഡ്മണ്ടണിൽ ഇല്ലായിരുന്നു. ഈ പുഴ കടന്ന് ആണ് മാസങ്ങൾ യാത്ര ചെയ്ത് ഈ പുഴ കടന്നാണ് യൂറോപ്യൻസ് ആദ്യമായിട്ട് എഡ്മണ്ടണിൽ വന്നത്. അങ്ങനെ പുഴ കടന്ന് കച്ചവടത്തിനായി എത്തിയ ആളുകൾ ഒരു വലിയ ഭൂപ്രദേശം വെട്ടിപ്പിടിച്ചെടുക്കുകയായിരുന്നു. ഈ ബിൽഡിങ്ങിൻ്റെ ഉൾവശം ഒരു മ്യൂസിയം പോലെയാണ്.
അന്ന് ഇൻഡിജിനസ് പീപ്പിൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല സാധനങ്ങളും ഇവിടെയുണ്ട്. കാര്യമായി മെറ്റൽസ് കൊണ്ടുള്ള ഒരു ഉപകരണങ്ങളും അന്ന് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നില്ല. അവരുടെ എല്ലാം തന്നെ ഒന്നെങ്കിൽ മരം കൊണ്ട് അല്ലെങ്കിൽ ലെതർ കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. വേട്ടയാടി ജീവിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടംപോലെ ലെതറിൻ്റെ അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അവർ ഫിഷിങ്ങിന് വേണ്ടി പിന്നെ യാത്ര ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതുപോലെ മരം കൊണ്ടുണ്ടാക്കിയ കനൂസ് ആയിരുന്നു. തണുപ്പ് കാലം ആകുമ്പോഴേക്കും ഇവിടെയുള്ള പുഴകളും ലേക്കുകളും ഒക്കെ ഫ്രോസൺ ആയിപ്പോവും. അന്ന് സ്നോയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു സ്നോ മൊബൈലാണിത്. ലെതറും മറ്റ് വനവിഭവങ്ങളും തേടിയാണ് യൂറോപ്യൻസ് ഏകദേശം 300 വർഷം മുമ്പ് എഡ്മണ്ടൺ ഉൾപ്പെടുന്ന ഈ ഭൂപ്രദേശത്ത് എത്തിയത്. യൂറോപ്യൻസാണ് മെറ്റൽസും പിന്നെ അതുപോലുള്ള ആയുധങ്ങളും നമ്മൾ ഇന്ന് കാണുന്ന തുണികളും കുതിരകളും ഒക്കെ ആദ്യമായിട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് തുകൽ കച്ചവടത്തിന് വന്ന യൂറോപ്യൻസ് ഇവിടെ ക്രിസ്ത്യാനിറ്റിയും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇൻഡിജിനസ് പീപ്പിളിൻ്റെ അന്നത്തെ ജീവിതം മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ധാരാളം ഡിസ്പ്ലേസ് ഇവിടെയുണ്ട്. അംഗബലത്തിലും ആയുധബലത്തിലും യൂറോപ്യൻസ് ഇവിടെ ശക്തരായി കഴിഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഇൻഡിജിനസ് പീപ്പിളുമായിട്ട് അവരൊരു ഉടമ്പടി ഉണ്ടാക്കി. ആ ഉടമ്പടിയുടെ ബലത്തിലാണ് യൂറോപ്യൻസും പിന്നീട് വന്ന ഇമിഗ്രൻസായ നമ്മളെപ്പോലുള്ളവരും ഈ രാജ്യത്ത് ജീവിക്കുന്നത്. എന്നുവരെ സൂര്യൻ ഉദിക്കുന്നോ എന്നുവരെ പുഴ ഒഴുകുന്നോ അന്നുവരെ ഈ ഉടമ്പടിക്ക് വാലിഡിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിൽ യൂറോപ്യൻസ് വന്നപ്പോൾ ഉണ്ടാക്കിയ 999 കൊല്ലത്തെ മുല്ലപ്പെരിയാർ കരാർ എൻ്റെ മനസ്സിലൂടെ ഇവിടെ നിന്ന് ഇപ്പോൾ കടന്നുപോയി. ഞാൻ പുറത്തേക്ക് കടന്നു. 1700കളുടെ അവസാനം ട്രേഡ് ചെയ്യാൻ വേണ്ടി യൂറോപ്യൻസ് ഉണ്ടാക്കിയ ഒരു ട്രേഡിംഗ് പോസ്റ്റാണിത്. ഈ ട്രേഡിംഗ് പോസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പ്രസിദ്ധമായ ഫോർട്ട് എഡ്മണ്ടൺ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ കച്ചവടത്തിനായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എത്തിയെങ്കിൽ കാനഡയിൽ എത്തിയ കമ്പനിയാണ് ഹഡ്സൺ ബേ. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, അന്ന് വന്ന ഹഡ്സൺ ബേ കമ്പനി ഇന്നും അതുപോലെ തന്നെ കാനഡയിലുണ്ട്. കച്ചവടത്തിനായി കാനഡയിലെത്തിയ കമ്പനി പയ്യെ പയ്യെ അധികാരം കൈയാളാൻ തുടങ്ങിയപ്പോൾ 1846 അവരുണ്ടാക്കിയൊരു കോട്ടയാണിത്. പാലക്കാടുള്ള ടിപ്പു സുൽത്താൻ്റെ കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ കോട്ട മാത്രമാണ് ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് പൂർണ്ണമായും മരം കൊണ്ടുണ്ടാക്കിക്കണേ. കാരണം അന്ന് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ആകെ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ മരമായിരുന്നു. നമുക്ക് കോട്ടയ്ക്കകത്തേക്ക് പോകാം. ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു സാധനം ഈ കോട്ടയ്ക്കകത്തുണ്ട്. നമ്മൾ ആദ്യമേ കയറി ചെല്ലുന്നത് കോട്ടയ്ക്കകത്തെ ഒരു ട്രേഡിംഗ് ഏരിയയിലേക്കാണ്. ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുമായിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ഏരിയയാണിത്. ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തായിരുന്നു കാനഡയിൽ നിന്ന് യൂറോപ്യൻസ് ശേഖരിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെയുള്ള മൃഗങ്ങളുടെ തോലുകളാണ്. അതായത് കട്ടിയുള്ള രോമങ്ങളുള്ള മൃഗങ്ങളുടെ തോലുകൾ. ഇത് അവർ യൂറോപ്പിൽ കൊണ്ടുപോയിട്ട് അവരുടെ പല ആഡംബര വസ്തുക്കൾ, അവരുടെ ജാക്കറ്റുകൾ, തൊപ്പികൾ, അതുപോലെ പല പല ക്ലോത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കോട്ടയ്ക്കകത്ത് ഈ ട്രേഡിംഗ് ഏരിയ 250 കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ അവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ കുറേ മൃഗങ്ങളുടെ തോലുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടച്ച് ചെയ്തൊക്കെ നോക്കാം. അതുമാത്രമല്ല, അവരന്ന് ട്രേഡ് ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല വസ്തുക്കളും ഇവിടെയുണ്ട്. ഞാൻ ആദ്യമേ ഒരു കാര്യം മെൻഷൻ ചെയ്തായിരുന്നല്ലോ, ഇതൊരു ജീവനുള്ള മ്യൂസിയമാണ്. ഈ മ്യൂസിയത്തിൽ എവിടെ പോയാലും നമുക്ക് ആ കാലഘട്ടത്തിലെ വസ്ത്രം ധരിച്ച ജോലിക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റും. പ്രൊഫഷണൽ ആക്ടേഴ്സാണ് ഇവരൊക്കെ. ഇവരുടെ ഈ ജോലി സമയത്ത് ഇവർ ആ ക്യാരക്ടറായിട്ട് ഇവിടെ ജീവിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് യൂറോപ്യൻസ് ഇവിടെ വിൽക്കാൻ വെച്ചിരുന്നത് നമുക്ക് നോക്കാം. കുറേ തുണികളുണ്ട് ഇവിടെ. ഉറപ്പായിട്ടും ഇത് ഇന്ത്യയിൽ നിന്ന് വന്നതായിരിക്കും. മലയാളികൾ കാനഡ എന്ന് കേൾക്കുന്നതിന് മുമ്പ് തന്നെ കാനഡയിലെത്തിയ കുറച്ച് മലയാളികൾ ഇവിടെയുണ്ട്. നമ്മുടെ ജാതിക്കയും കുരുമുളകും. എന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലുമൊക്കെ കാരണവന്മാർ കൃഷി ചെയ്തുണ്ടാക്കിയ ജാതിക്കയും കുരുമുളകൊക്കെയാണിത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിൽ നിന്ന് ഇത് ട്രേഡ് ചെയ്ത് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് ഹഡ്സൺ ബേ കമ്പനി കാനഡയിലെത്തിച്ചു. ആ ട്രേഡിംഗ് കാലഘട്ടങ്ങളൊക്കെ മനസ്സിൽ സങ്കല്പിച്ച് ഞാൻ മുന്നോട്ട് നടക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ചൈനയിൽ നിന്നും ധാരാളം ട്രേഡ് യൂറോപ്യൻസ് നടത്തിയിരുന്നു. അങ്ങനെ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന കുറേ പ്രൊഡക്ട്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇവിടെ ബാരൽസിൽ ലിക്വിഡായിട്ടുള്ള കുറേ പ്രൊഡക്ട്സ് ഇരിക്കുന്നുണ്ട്. കൂടുതലും എണ്ണ അല്ലെങ്കിൽ മദ്യം അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ ഏരിയ സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ ചെല്ലും. ഇവിടെയും കുറേ ലിക്വിഡ് കുറേ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, തദ്ദേശീയരായ ആൾക്കാരിൽ നിന്ന് ഇവർ ശേഖരിച്ച മറ്റേ ലെതർ, ഞാൻ ആദ്യം പറഞ്ഞ ഫർ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കുറേ തൂക്കിയിട്ടുണ്ട്.
ട്രേഡ് ഏരിയയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് ഒരു വലിയ നടുമുറ്റത്തേക്കാണ്. ഈ നടുമുറ്റത്തിന് ചുറ്റും അന്നത്തെ ഹഡ്സൺ ബേ കമ്പനിയുടെ ഓരോരോ ഓഫീസുകളും ഓരോരോ സ്ഥാപനങ്ങളും കേട്ടോ. അത് മാത്രമല്ല, ഈ ഫോർട്ടിനുള്ളിൽ മരം കൊണ്ട് നിർമ്മിച്ച ഒരു വലിയൊരു ബംഗ്ലാവുണ്ട്. ഞാൻ സ്റ്റെപ്പ് കയറി ഉള്ളിലേക്ക് കടന്നു. ഈ ഫോർട്ട് ഇടക്കാലത്ത് തീപിടുത്തത്തിൽ നശിച്ചു പോയതാണ്. അതുകൊണ്ട് ചില ഭാഗങ്ങളൊക്കെ അവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഹഡ്സൺ ബേ കമ്പനിയുടെ ഒരു വലിയ ഉദ്യോഗസ്ഥനായിരുന്ന ജോൺ റോവൻഡ് എന്ന് പറഞ്ഞ ഒരു പ്രഭുവിൻ്റെ ബംഗ്ലാവായിരുന്നു ഇത്. He is the chief factor of Fort Edmonton, big man in charge. Oh. Okay, can I see him? No. Well, he's got his portrait on the wall over. ഞാനിപ്പോൾ ബംഗ്ലാവിൻ്റെ ഉള്ളിൽ ഓരോ മുറികൾ കാണുവാണ്. ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട്. ഈ ഫോട്ടോയിൽ ഇരിക്കുന്ന ആളാണ് കുറച്ച് മുമ്പ് പറഞ്ഞ ജോൺ റോവൻഡ്. ഇവിടെ ഒരു വലിയ ബാൽക്കണി ഉണ്ട്. ഈ ബാൽക്കണിയിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് കോട്ടയിലെ വലിയ നടുമുറ്റം നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല, ഈ നടുമുറ്റത്തിന് ചുറ്റും അന്നത്തെ കോട്ടയിലെ ഹഡ്സൺ ബേ കമ്പനിയുടെ പല പല ബിൽഡിങ്ങുകൾ, അവരുടെ ഓഫീസുകൾ, അവരുടെ സ്റ്റോറേജ് ഏരിയകൾ, പിന്നെ അവർ ആയുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആല, അങ്ങനെ പലതും നമുക്ക് ഈ മുകളിൽ നിന്ന് കാണാൻ പറ്റും. നമ്മൾ ബംഗ്ലാവിൻ്റെ അകത്തോട് സഞ്ചരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ഹീറ്ററുകൾ ഇരിക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് ഈ ഹീറ്ററുകളുടെ ഉള്ളിൽ മരം വെച്ച് കത്തിച്ചാണ് അവർക്ക് ചൂട് കിട്ടിക്കൊണ്ടിരുന്നത്. ഈ ബംഗ്ലാവിൻ്റെ അകത്ത് കുറേ മുറികളുണ്ട് കേട്ടോ. അവരുടെ ബെഡ്റൂംസ് ഉണ്ടായിരുന്നു, ഓഫീസ് റൂംസ് ഉണ്ടായിരുന്നു, പിന്നെ സെർവൻസിന് താമസിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു, വിസിറ്റേഴ്സിന് താമസിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ റൂംസ് ഉണ്ടായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് അവരെടുത്ത് മാറ്റി എഡ്മണ്ടൺ സിറ്റിയിലുള്ള മ്യൂസിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാലും കുറേ സാധനങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഈ ബംഗ്ലാവിൻ്റെ അകത്തോടെ അന്നത്തെ ജോലിക്കാരിങ്ങനെ പോണ കാണാം. നമ്മൾ ചിലപ്പോൾ നമുക്ക് പേടിയാവും, നമ്മൾ തന്നെയാണ് നിൽക്കണമെങ്കിൽ. പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കണില്ലല്ലോ. ഞാൻ കോട്ടയിൽ നിന്ന് ഇറങ്ങി പുറത്തോടെ നടക്കുകയാണിപ്പോൾ. ഇവിടെ ഒരു വലിയ വാച്ച് ടവർ ഉണ്ട്. ഈ വാച്ച് ടവറും മരം കൊണ്ടുണ്ടാക്കിയാണ്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ ഈ ഫോർട്ടിന് ചുറ്റും മുഴുവൻ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റത്തില്ല. പിന്നെ വീണ്ടും മുന്നോട്ട് കിടക്കുമ്പോൾ ഒരു കുഞ്ഞൊരു ഓഫീസ് ഒരു റൂം കണ്ടു. ഞാൻ വിചാരിച്ച ഈ വാച്ച് ടവറിലിരിക്കുന്ന സെക്യൂരിറ്റിയുടെ ഒരു ഓഫീസാണെന്ന് വിചാരിച്ചത്. കുറച്ചുകൂടെ അടുത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടോയ്ലറ്റ് ആയിരുന്നു. എന്തായാലും അന്നത്തെ ടോയ്ലറ്റും കണ്ട് ഞാൻ മുന്നോട്ട് കിടക്കുകയാണ്. നമ്മൾ ബാൽക്കണിയിൽ നിന്നപ്പോൾ താഴെ കണ്ട ഓരോ ബിൽഡിങ്ങുകൾ ഞാൻ കയറി കാണുവാണ്. മിക്കതും സ്റ്റോറേജും ഇതുപോലെയുള്ള കോൺഫറൻസ് റൂമുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻ്റെ അടുത്തുള്ള റൂമുകളൊക്കെയാണ്. പിന്നെ ഇവിടെ ലൈഫ് സ്റ്റോക്കിനെ യൂറോപ്പിൽ നിന്നൊക്കെ അവർ ലൈഫ് സ്റ്റോക്ക് കൊണ്ടുവന്നു. ലൈഫ് സ്റ്റോക്കിനെ കൊണ്ടുവന്നിട്ട് അവരെ കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വലിയ ഏരിയ ഇവിടെ ഉണ്ട്. ഇന്നിവിടെ കുറച്ച് ആടുകൾ കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇതുപോലെ കുറച്ച് മുറികളുണ്ട് കേട്ടോ. അന്നത്തെ ജോലിക്കാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്നതാണ്. അതുമാത്രമല്ല, നമ്മൾ മുന്നോട്ട് കിടക്കുകയാണെങ്കിൽ അന്ന് അവർ ആയുധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നതും മരപ്പണി നടത്തിക്കൊണ്ടിരുന്നതൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ നമുക്ക് അന്നത്തെ ആൾക്കാരെയും കാണാൻ പറ്റും കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം കാണിച്ചു തരാം. യോർക്ക് ബോട്ട്. അന്നത്തെ കാലത്ത് വഴികളോ ട്രെയിനോ അന്ന് കാളവണ്ടി പോലും ഇല്ലായിരുന്നു. അന്ന് യൂറോപ്യൻസ് പുഴകളിലൂടെ സഞ്ചരിച്ചാണ് ട്രേഡിന് വേണ്ടി വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പുഴകളിലൂടെ വരാൻ വേണ്ടി അന്ന് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബോട്ടിൻ്റെ പേരാണ് യോർക്ക് ബോട്ട്. ഹഡ്സൺ ബേയിലെ യോർക്ക് ഫാക്ടറിയിൽ നിന്ന് ഏകദേശം 2000 മൈൽ 3520 കിലോമീറ്റർ സഞ്ചരിച്ചാണ് അവർ എഡ്മണ്ടണിലെ ഈ ഫോർട്ടിൽ എത്തിക്കൊണ്ടിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയ്ക്ക് 4 മാസം എടുക്കുമായിരുന്നു. ഇവിടെ 1-2 യോർക്ക് ബോട്ടുകൾ കിടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബോട്ടാട്ടോ. ഇത് മുഴുവൻ കണ്ടു തീർക്കാനും ഇത് നിങ്ങളെ കാണിക്കാനും ഒത്തിരി സമയം വേണം. എന്തായാലും നമുക്ക് തൽക്കാലം കോട്ടയുടെ പുറത്തേക്ക് പോവാം. അന്നത്തെ കാലത്ത് ഉള്ള കോട്ടയും കോട്ടയുടെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയായിരുന്നു. 1846 ഈ കോട്ടയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് 40 വർഷത്തിന് ശേഷം 1885 എഡ്മണ്ടൺ എങ്ങനെയായിരുന്നു എന്നുള്ള കാഴ്ചയാണ്. ഇതേ ഇവിടെ സ്ട്രീറ്റിൽ ഒരു അപ്പച്ചൻ ഇരിക്കുന്നുണ്ട്. ഈ അപ്പച്ചൻ 1885 ആൽബർട്ടേക്ക് മൂവ് ചെയ്ത് വന്നതാണ്. അപ്പച്ചൻ്റെ ഇമിഗ്രേഷൻ കഥകളൊക്കെ എന്നോട് പറഞ്ഞു. അപ്പച്ചൻ 1885 ഇംഗ്ലണ്ടിൽ നിന്ന് വന്നതാണ് കാനഡയ്ക്ക്. മോൺട്രിയൽ വരെ കപ്പലിന് വന്നു. അവിടെ നിന്ന് പിന്നെ വിന്നിപ്പെഗിന് ട്രെയിൻ ഉണ്ടായിരുന്നു. വിന്നിപ്പെഗിൽ അന്ന് ഇതുപോലത്തെ വാഗൻസ് വാങ്ങാൻ കിട്ടും. വാഗൻസ് വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വിന്നിപ്പെഗിൽ നിന്ന് വാങ്ങിച്ചോണം. അവിടെ നിന്ന് പിന്നെ 3 മാസത്തെ യാത്രയുണ്ട് എഡ്മണ്ടന്. അന്നത്തെ കാലത്ത് യൂറോപ്പിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല, ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടിയാണ് യൂറോപ്പിൽ നിന്ന് അപ്പച്ചനൊക്കെ ഇങ്ങോട്ട് വന്നത്.
അപ്പച്ചൻ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു. അന്ന് യൂറോപ്പിൽ ഇമിഗ്രേഷൻ ഏജൻസികളുണ്ടായിരുന്നു. അവർ പറഞ്ഞു കൊടുത്തു അപ്പച്ചനോടൊക്കെ പറഞ്ഞത് കാനഡയിൽ തണുപ്പ് കുറവാണ്, ഇവിടെ 2 ഗ്രോയിങ് സീസൺ ഉണ്ട്, അതുകൊണ്ട് ധൈര്യമായിട്ട് കാനഡയ്ക്ക് പൊക്കോ എന്നൊക്കെ പറഞ്ഞാണ് അപ്പച്ചനെ ഇങ്ങോട്ട് വിട്ടത്. എന്തായാലും അന്നത്തെ കാലത്ത് വെറും $10 വാങ്ങാൻ പറ്റുന്ന ഒരു ഫാം ഹൗസ് കാണാൻ വേണ്ടി തീരുമാനിച്ചു. അന്നത്തെ വേഷം ധരിച്ച ആൾക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് 1855 കാനഡയിലേക്ക് ആദ്യമായിട്ട് യൂറോപ്യൻസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഉണ്ടായിരുന്ന ടൈപ്പ് ഫാം ഹൗസുകൾ. നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരു ഫാമറുടെ വീടുണ്ടായിരുന്നു. പിന്നെ ഒരുവിധം നമ്മളിന്ന് കാനഡയിൽ കാണുന്ന ജീവികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ടർക്കി ഉണ്ട്, പിന്നെ ചെറിയ ഗാർഡൻസ് ഉണ്ട്, പന്നിയുണ്ട്, പശുവുണ്ട്, കോഴിയുണ്ട്, കുതിരയുണ്ട്. ഒരുവിധം നമ്മളിന്ന് നോർമൽ ഒരു ഫാം ഹൗസിൽ കാണാൻ പറ്റുന്ന ജീവികളൊക്കെ അന്ന് ഇവിടെയുണ്ട്. നമുക്ക് അന്നത്തെ ഒരു ഫാമറുടെ വീടിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. പുറത്ത് കത്തിക്കാനുള്ള വിറകൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അന്നത്തെ ഒരു ഫാമറിൻ്റെ വീടിൻ്റെ ഉള്ളിൽ. കയറി വരുന്നതിനൊരു കിച്ചണിൻ്റെ ഉള്ളിലേക്കാണ്. ഇവിടെ ഒരു കർഷക സ്ത്രീ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുള്ളിക്കാരി എന്നോട് പറഞ്ഞ പുള്ളിക്കാരി ഒണ്ടാരിയോയിൽ നിന്ന് ആൽബർട്ടയ്ക്ക് മൂവ് ചെയ്ത് വന്നതെന്നാണ് പറഞ്ഞത്. My husband came to live here. He heard many good things about Alberta, that it had a short warm winter and a long growing season. അപ്പച്ചൻ പറഞ്ഞ സെയിം കഥ തന്നെ. ഏതോ ഏജൻസി ഇവിടെ തണുപ്പ് കുറവാണ്, 2 ഗ്രോയിങ് സീസണൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ച് ആൽബർട്ടയ്ക്ക് വരെ കൊണ്ടുവന്നതാണ്. എന്തായാലും തണുപ്പ് കുറച്ച് കൂടുതലുണ്ടെങ്കിലും ഫാമിലി ആയിട്ട് ഇവിടെ കൃഷിയൊക്കെ ചെയ്ത് ഇവരിപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടെന്നാണ് അവരെന്നോട് പറഞ്ഞത്. കാനഡയിലേക്ക് ആദ്യമായിട്ട് വന്ന ഇമിഗ്രൻസിൻ്റെ കഷ്ടപ്പാടുകൾ ഓർത്ത് ഞാൻ പുറത്തേക്ക് നടന്നു. നമ്മളിനി നടക്കാൻ പോകുന്നത് 1855 കാലഘട്ടത്തിലൂടെയാണ്. ഇത് ബെൽറോസ് സ്കൂൾ. അന്നത്തെ കാലഘട്ടത്തിലെ ചുരുക്കം ചില സ്കൂളുകളിൽ അത്യാവശ്യം നല്ല പഴക്കമുള്ള സ്കൂളാണിത്. 1920 വരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ സ്കൂള് പ്രവർത്തനം നിർത്തിയപ്പോൾ നശിച്ചു പോകാതെ അവിടെ നിന്ന് പൊളിച്ചു കൊണ്ടുവന്ന് ഈ ഫോർട്ട് എഡ്മണ്ടൺ പാർക്കിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി റീബിൽഡ് ചെയ്ത് വെച്ചു. ഇതാണ് ആ സ്കൂളിൻ്റെ ഉൾവശം. നടുക്ക് വലിയൊരു ഹീറ്റർ, പിന്നെ 2 വശത്തുമായിട്ട് 2 ക്ലാസ് റൂമുകൾ. റൂം സെപ്പറേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. 1855 ആ തെരുവിലൂടെ ഞാൻ നടക്കുകയാണ്. സെറ്റിലേഴ്സിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് സ്ട്രീറ്റ് അത്യാവശ്യം വലുതായിട്ട് വന്നു. സ്ട്രീറ്റിന് 2 വശത്തുമായിട്ട് പുതിയ പുതിയ ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അന്ന് അവർ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുതിരവണ്ടികളാണ്. ഇതിൽ കുറച്ച് കുതിരകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. 1-2 ബിസിനസ്സുകൾ നമുക്കിവിടെ കയറി കാണാം. നമ്മൾ ആദ്യം കയറാൻ പോകുന്നത് ഒരു വലിയ ഹാർഡ്വെയർ സ്റ്റോറിലേക്കാണ്. അന്നത്തെ കാലത്ത് ഈ ടൗണിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും തന്നെ ഈ ഹാർഡ്വെയർ സ്റ്റോറിലുണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറം തന്നെ നമുക്ക് മറ്റേ ഫറൊക്കെ വിൽക്കാൻ വേണ്ടി വേറെ കടയുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റോറിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇന്നത്തെ ഹോം ഡിപ്പോയുടെയോ അല്ലെങ്കിൽ വാൾമാർട്ടിൻ്റെ ഒരു ചെറിയ വേർഷനാണ് ഈ ഹാർഡ്വെയർ സ്റ്റോറിൻ്റെ ഉള്ളിൽ. ഇഷ്ടംപോലെ പാത്രങ്ങൾ ഇരിക്കേണ്ടത്. പിന്നെ അന്നത്തെ കുറേ സ്റ്റവ് ഇവിടെ ഇരിക്കേണ്ടത്. ഈ സ്റ്റവിൻ്റെ ഉള്ളിൽ മരം വെച്ച് കത്തിച്ചാണ് അവരന്ന് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത്യാവശ്യം ആഡംബരമായിട്ടാട്ടോ അന്നത്തെ സ്റ്റവൊക്കെ ഉണ്ടാക്കിക്കണേ. പിന്നെ കുറേ ടൂൾസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ചെറിയ ടൂൾസുകളും പിന്നെ വലിയ ടൂൾസുകളും പിന്നെ ചെറിയ ചെറിയ ആഭരണങ്ങൾ, വാച്ച്, അങ്ങനെ ഒരുവിധം കുറേ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 1851 സ്റ്റാർട്ട് ചെയ്ത ഒരു ബ്ലാക്ക് മീറ്റ് ഷോപ്പിലേക്കാണ്. അതായത് നമ്മുടെ കൊല്ലൻ്റെ ആല. ഓൾമോസ്റ്റ് 150 കൊല്ലം പഴക്കമുള്ള ഈ കൊല്ലൻ്റെ ആല ഇന്നത്തെ പല ഫാക്ടറികളുടെയും പല വർക്ക്ഷോപ്പുകളുടെയും ആദ്യത്തെ രൂപമാണ്. 1935 വരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ സ്ഥാപനം എഡ്മണ്ടൺ സിറ്റിയിലെ ജാസ്പർ അവന്യൂവിൽ നിന്ന് പൊളിച്ചെടുത്തുകൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് സ്ഥാപിച്ചതാണ്. നമ്മളിപ്പോൾ ഈ ഷോപ്പിൻ്റെ മുകളിലത്തെ നിലയിലാണ്. ഈ ഷോപ്പിൻ്റെ മുകളിലത്തെ നിലയിലാണ് അവർ ഫാമിലി ആയിട്ട് താമസിച്ചുകൊണ്ടിരുന്നത്. അത്യാവശ്യം റിച്ച് സെറ്റപ്പ് ആട്ടോ. ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടായിരുന്നുകൊണ്ടായിരിക്കണം അത്യാവശ്യം മെറ്റൽ കൊണ്ടുള്ള ഫർണിച്ചേഴ്സ് ഇവിടെയുണ്ട്. അങ്ങനെ അടുക്കളയും കൂടെ കണ്ട് നമ്മൾ ഈ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്ടിൽ നിന്ന് പയ്യെ പുറത്തേക്ക് ഇറങ്ങാൻ പോവാം. ഈ 1885 സ്ട്രീറ്റിൻ്റെ 2 വശത്തുമായിട്ട് ധാരാളം ചെറിയ വീടുകളും ബിസിനസ്സുകളൊക്കെ ഉണ്ട്. എല്ലാം നമ്മൾ കയറി കാണുന്നില്ല. ഇന്നത്തെ എഡ്മണ്ടണിൽ ജീവിക്കുന്നവർക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല വണ്ടികളോ തിരക്കുകളോ ഒന്നും ഇല്ലാത്ത ഇതുപോലത്തെ ഒരു ചെറിയ സ്ട്രീറ്റ്. ഇവിടെ ഒരു മക്ഡൊണാൾഡ് അപ്പച്ചൻ നിൽക്കുന്നുണ്ട്. അപ്പച്ചൻ്റെ വീട് കയറി കാണാൻ വേണ്ടി അപ്പച്ചൻ എന്നെ വിളിച്ചു. എന്തായാലും അതും കൂടെ ഒന്ന് കയറി കണ്ടേക്കാം. അപ്പച്ചൻ്റെ വീട് പൂർണ്ണമായും മരങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. ഓഫ് കോഴ്സ് ജനലിൻ്റെ ചില്ലുകളുണ്ട് കേട്ടോ. ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു നല്ല വീടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല വോളിൽ ലാമ്പും പിന്നെ ഫർണിച്ചറാണെങ്കിലും അത്യാവശ്യം ഒരു പുതിയ സ്റ്റൈലിലുള്ള ഫർണിച്ചറുകളാണ് നമുക്ക് ഉള്ളിൽ കാണാൻ പറ്റുന്നത്.
അപ്പച്ചൻ അന്നത്തെ കാലത്ത് ഒരു റിച്ച് ടീമായിരുന്നിരിക്കണം. പണ്ടത്തെ ഒരു ഹോട്ടലാണ്, റെസ്റ്റോറൻറ്റ്. ഇത് ജാസ്പർ ഹൗസ്. അന്ന് എഡ്മണ്ടനിലുണ്ടായിരുന്ന ഒരു ഫേമസ് റെസ്റ്റോറൻ്റ് ആണ്. അത് ഇപ്പോൾ ജാസ്പർ അവന്യൂന്ന് പൊളിച്ചു കൊണ്ടുപോയി ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് വെച്ചേക്കുവാണ്. അന്നത്തെ കാലത്ത് അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ചായ കുടിക്കാനും ഡിന്നർ കഴിക്കാനൊക്കെ വന്നിരുന്ന സ്ഥലം. ഇനി നമ്മൾ പോകുന്നത് അന്നത്തെ കാലത്തെ ഒരു ജയിലും പിന്നെ ഒരു പോലീസ് സ്റ്റേഷനും കാണാൻ വേണ്ടിയാണ്. ഈ വാതിലിൻ്റെ ഉള്ളിൽ കൂടെ വേണം അങ്ങോട്ട് പോകാൻ വേണ്ടി. പോകുന്ന വഴിക്കൂടെ ലെഫ്റ്റ് സൈഡിൽ അന്നത്തെ കാലത്ത് ഒരു പീരങ്കി ഇരിക്കുന്നുണ്ട്. കുതിരവണ്ടിയിൽ വലിച്ചുകൊണ്ടായിരുന്നു അന്ന് പോയിക്കൊണ്ടിരുന്നതെന്ന് തോന്നുന്നു ഈ പീരങ്കി. എന്താ സംഭവം അത്? ഓ, അവിടെ പിടിച്ച് ജയിലിടുവോ ചെന്ന് കഴിഞ്ഞാ? In 1885 in Canada, you would get a year in jail. Now, if you were in the States, you would probably get hung. അന്നത്തെ കാലത്തെ ഓരോ ശിക്ഷകൾ കേട്ട് ഞെട്ടിപ്പോയി. അന്ന് കാനഡയിൽ ഒരു കുതിരേനെ കക്കുവാണെങ്കിൽ ഇതുപോലെയുള്ള ജയിലിൽ 1 വർഷം പിടിച്ചിടുമായിരുന്നു. US-ലായിരുന്നെങ്കിൽ ചിലപ്പോൾ തലവരെ പോകുമായിരുന്നു. എന്തായാലും ഞങ്ങളെയും ജയിലിൽ പിടിച്ച് പൂട്ടിയിട്ടു കുറച്ച് നേരത്തേക്ക്. ജയിൽ മോചിതനായി ഇവിടുത്തെ പോലീസുകാരൻ്റെ ഓഫീസ് ഒന്നുകൂടെ കണ്ടതിന് ശേഷം ഞാൻ പുറത്തേക്ക് നടന്നു. 1885 നിന്ന് നമ്മളിനി 1905 പോകുന്നത്. 1905 എത്തുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന കുറേ ടെൻറ്റുകളാണ്. കാനഡയിൽ ഏറ്റവും കൂടുതൽ ഓയിൽ റിഗുകളും പിന്നെ ധാരാളം മൈനിങ് നടക്കുന്ന ഒരു പ്രൊവിൻസാണ് ആൽബർട്ട. അതുകൊണ്ട് തന്നെ 1905 കഴിഞ്ഞപ്പോഴേക്കും ധാരാളം ആളുകൾ ആൽബർട്ടയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരാൻ തുടങ്ങി. എല്ലാവരും ഇങ്ങനെ പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ വീടുകൾ അവർക്ക് താമസിക്കാൻ തികയാതെയായി. അപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല, ഇതുപോലെയുള്ള ടെൻറ്റുകൾ ഉണ്ടാക്കിയിട്ട് ടെൻറ്റുകളിൽ താമസിക്കുക. ഡോക്ടേഴ്സും ലോയേഴ്സും വരെ ഇങ്ങനെയുള്ള ടെൻറ്റുകളിലാണ് അന്ന് താമസിച്ചുകൊണ്ടിരുന്നത്. വീടില്ലെങ്കിൽ വേറെ നമുക്ക് വഴിയൊന്നുമില്ല, ഇതുപോലെ ടെൻറ്റുകളിൽ താമസിക്കേണ്ടി വരും. കാനഡയിൽ മെയിനായിട്ട് 2 ടൈപ്സ് ഓഫ് സ്കൂൾസാണുള്ളത്. ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള പബ്ലിക് സ്കൂളുകളും പിന്നെ കാത്തലിക് ചർച്ചിൻ്റെ അണ്ടറിലുള്ള കാത്തലിക് സ്കൂളുകളും. അങ്ങനെ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ആരംഭിച്ച ഒരു പള്ളിയും പിന്നെ ഒരു പള്ളിക്കൂടവും കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. പള്ളിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ നടുക്കായിട്ട് ഒരു വലിയ കൽക്കുരിശ് പോലെ എന്തോ ഇരിക്കുന്നുണ്ട്. ഒന്നും കൂടെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊരു വലിയ ഹീറ്ററായിരുന്നു. ഈ പള്ളി കണ്ടിട്ട് നമ്മുടെ നാട്ടിലേക്കുള്ള ഒരു ചെറിയ പള്ളിയുടെ ഒരു ഷേപ്പൊക്കെ ഉണ്ട് കേട്ടോ. പള്ളിയുടെ ഭിത്തിയിൽ കൂടെ കുരിശിൻ്റെ വഴിയുടെ ഫോട്ടോസൊക്കെ ഇരിക്കുന്നുണ്ട്. പള്ളിയോട് ചേർന്ന് തന്നെയാണ് ഈ പള്ളിക്കൂടം ഇരിക്കുന്നത്. അതായത് അടുത്തൊരു റൂമാണ് പള്ളിക്കൂടം. അപ്പോൾ ഇതാണ് എഡ്മണ്ടൺ സിറ്റിയിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത കാത്തലിക് സ്കൂൾസിൽ ഒരു സ്കൂൾ. പള്ളിയും പള്ളിക്കൂടമൊക്കെ ഒന്നും കൂടെ കണ്ടിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേറെ എന്തൊക്കെയോ ബിസിനസ്സുകളോ ബിൽഡിങ്ങുകളോ വീടുകളോ ഒക്കെ ഉണ്ട്. ഞാനത് അടുത്ത ട്രിപ്പിൽ കാണാൻ വേണ്ടിയിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് എഡ്മണ്ടണിലെ ഒരു പഴയ ഫയർ ഹാൾ കാണാൻ വേണ്ടിയാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കമായപ്പോഴേക്കും എഡ്മണ്ടൺ അത്യാവശ്യം വലിയൊരു ടൗണായി മാറിയിരുന്നു. അപ്പോഴത്തേക്കും പോലീസ്, ഫയർഫോഴ്സ് അങ്ങനെയുള്ള അത്യാവശ്യ സേവനങ്ങളൊക്കെ ഇവിടെ ആവശ്യമായി വന്നു. അങ്ങനെ അവരുണ്ടാക്കിയൊരു ഫയർ ഹാളും ഒരു പോലീസ് സ്റ്റേഷനുമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫയർ എഞ്ചിൻസ് ആട്ടോ ഇത്. 2 പഴയ ടൈപ്പ് ഫയർ എഞ്ചിൻസ് ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ കുതിരേനെ വെച്ച് വലിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഫയർ എഞ്ചിൻ്റെ ഒരു പഴയ വേർഷൻ. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ നമ്മൾ വീണ്ടും പുറകോട്ട് വന്ന് കഴിയുമ്പോൾ ഇവിടുത്തെ എഡ്മണ്ടൺ പോലീസിൻ്റെ ആദ്യത്തെ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഓഫീസായിരുന്നു അത്. ഒരു ചെറിയ ഓഫീസ് പിന്നെ 2 ഇരുമ്പും കൊണ്ടുള്ള സെല്ല്. നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്, ഇവിടെ കാനഡയിൽ ഓരോ സിറ്റിക്കും സ്വന്തമായിട്ട് പോലീസ് ഫോഴ്സ് ഉണ്ട്. സമയക്കുറവ് മൂലം 1905 ബാങ്ക്, പോസ്റ്റ് ഓഫീസ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഞങ്ങൾ സ്കിപ്പ് ചെയ്തു. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് 1920 കാലഘട്ടത്തിലാണ്. ഈ 1920 നിന്നാണ് ഇന്ന് കാണുന്ന എഡ്മണ്ടൺ സിറ്റി വളർന്നു വന്നിരിക്കുന്നത്. 1920 എത്തിയപ്പോഴേക്കും സ്ട്രീറ്റ് കാറുകളും ട്രക്കുകളൊക്കെ കാണാൻ തുടങ്ങി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എഡ്മണ്ടൺ ഡൗൺ ടൗണിൽ കാണുന്ന ടൈപ്പ് പഴയ കടകളുടെ പഴയ വേഷൻസ് കാണാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ക്യാപിറ്റൽ തിയേറ്ററാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിലും ഉണ്ടായിരുന്നു ഇതേ പേരിലൊരു തിയേറ്റർ എന്ന് തോന്നുന്നു. തിയേറ്റർ ഇപ്പോഴും നല്ല കണ്ടീഷനിലാണ് കേട്ടോ. തിയേറ്ററിനകത്ത് കാനഡയിലെ ഹിസ്റ്ററിയും പിന്നെ ഡൈവേഴ്സിറ്റിയൊക്കെ കാണിക്കുന്ന ഷോസ് നടക്കുന്നുണ്ട്.
1920 സ്ട്രീറ്റിൽ ഇഷ്ടംപോലെ ബിസിനസ്സുകളുണ്ട് കേട്ടോ. സ്റ്റുഡിയോസ് ഉണ്ട്, ഇഷ്ടംപോലെ കടകളുണ്ട്. അതൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. നമ്മളിപ്പോൾ പോകുന്നത് അന്നത്തെ കാലത്തെ ഒരു ഫാം ഹൗസിലേക്കാണ്. ഫാം ഹൗസിൻ്റെ സൈഡിലായിട്ട് അന്നത്തെ ഒരു ഫാമറുടെ വീടുണ്ട്. ആ വീടും കൂടി ഒന്ന് കയറി കാണാൻ തീരുമാനിച്ചു. ഈ വീട് കണ്ടിട്ട് നമ്മുടെ ഇന്നത്തെ വീടുകളുമായിട്ട് വലിയ വ്യത്യാസം തോന്നുന്നില്ല. ഏകദേശം 100 വർഷം പഴക്കമുള്ളൊരു വീടാണിത്. ഈ ഫർണിച്ചറുകളൊക്കെ അത്യാവശ്യം നല്ല പഴക്കമുള്ള കേട്ടോ. പക്ഷേ ഈ ഫർണിച്ചറുകളൊക്കെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന ക്യാനഡയിലെ പഴയ വീടുകളുമായിട്ട് വലിയ വ്യത്യാസം തോന്നുന്നില്ല എനിക്ക്. നമ്മൾ അടുക്കളയിലേക്ക് വന്നു. അടുക്കളയിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ കാണാത്ത പല ഉപകരണങ്ങളും ഈ അടുക്കളയ്ക്കുള്ളിൽ ഇരിക്കുന്നുണ്ട്. അരി പൊടിക്കാനും അതുപോലെ പഴയ ടൈപ്പ് സ്റ്റൗകളൊക്കെ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. ഈ വീട്ടിലൊരു സെക്കൻഡ് കിച്ചൺ ഉണ്ട്. അവിടെ ഒരു സ്റ്റൗ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ ടാപ്പുകളുടെ ഒരു ആദ്യത്തെ വേഷനാണ് നമ്മൾ പമ്പ് ചെയ്ത് വെള്ളം എടുക്കണം അതിൻ്റെ അകത്ത് നിന്ന്. ഫാമറുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് കടന്നു. ഇവിടെ ഒരു കാർ ഗരാഷ് ഉണ്ട്. കാറുകളുടെയും മോട്ടോർ സൈക്കിളിൻ്റെയൊക്കെ അത്യാവശ്യം മെക്കാനിക് പണികൾ നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണിത്. ഇവിടെ 2-3 നല്ല പഴയ കാറുകൾ കിടക്കുന്നുണ്ട് കേട്ടോ, വിൻറ്റേജ് കാറുകൾ. പിന്നെ അത്യാവശ്യം നല്ല പഴക്കമുള്ള ഒരു ഹാർലി ഡേവിഡ്സൺ ബൈക്ക് കൂടെ കിടക്കുന്നുണ്ട്. ഇനിയും കുറേ കാഴ്ചകൾ കാണാനുണ്ട്, കുറേ നിങ്ങളെ കാണിക്കാനും ഉണ്ട്. പക്ഷേ സമയം നമുക്ക് അത്രയില്ല. നമ്മൾ ഇന്നത്തെ വിസിറ്റ് ഇവിടെ അവസാനിപ്പിച്ച് വീട്ടിലേക്കുള്ള പരിപാടിയാണ്. വീട്ടിൽ പോകുന്നതിന് മുമ്പ് പ്രസിദ്ധമായ ഈ സ്റ്റീം എഞ്ചിൻ ട്രെയിനിലൊന്ന് കയറണം. കൽക്കരിയാട്ടോ ഇതിൻ്റെ ഫ്യൂല്. പല ടൈപ്പ് ട്രെയിനിലും കയറിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രത്യേക ഒരു അനുഭവമാണ് ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത്. മെയിനായിട്ട് മരം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ട്രെയിനാണ്. ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്താൽ നിങ്ങൾ വേറെ ഒരു കാലഘട്ടത്തിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു ട്രെയിനാണിത്. കനേഡിയൻ നോർത്തേൺ റെയിൽവേ 1923 സർവീസ് അവസാനിപ്പിച്ച ട്രെയിനാണിത്. കാനഡയുടെ ഈസ്റ്റ് എൻഡിലുള്ള ക്യൂബക് സിറ്റിയെ വെസ്റ്റ് എൻഡിലുള്ള വാൻകൂവർ സിറ്റിയായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു ട്രെയിനാണിത്. ഞങ്ങൾക്ക് ഫോർട്ട് എഡ്മണ്ടൺ പാർക്ക് മുഴുവനായിട്ട് കണ്ടു തീർക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് കുറേ സ്ഥലങ്ങൾ മിസ്സായിട്ടുണ്ട്. ഇന്ന് മിസ്സായ സ്ഥലങ്ങളൊക്കെ കണ്ടു തീർക്കാൻ വേണ്ടി വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ വരണം. അധികം ആരും പറഞ്ഞു കേൾക്കാത്ത ഒരു ഹിഡൻ ജെമ്മായിട്ടുള്ള സ്ഥലമാണ് ഈ ഫോർട്ട് എഡ്മണ്ടൺ പാർക്ക്. നിങ്ങൾ എഡ്മണ്ടണിലാണ് താമസിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എഡ്മണ്ടൺ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ വരണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു മ്യൂസിയം എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ കണ്ടൻറ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ.